നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സജിത കേസിലെ പ്രതി ചന്താമര കുറ്റക്കാരനെന്ന് കോടതി. വിധി വ്യാഴാഴ്ച. വിധി പ്രസ്താവം അഡീഷണൽ സെഷൻ കോടതിയുടേത്. ചന്താമര പോത്തുണ്ടി സ്വദേശികളായ ലക്ഷ്മി മകൻ സുധാകരൻ കൊലക്കേസിലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത് കനത്ത സുരക്ഷയോടെ. തൂക്കുകയർ ലഭിക്കുമെന്ന പ്രത്യാശയോടെ നാട്ടുകാർ. കുപ്രസിദ്ധ മോഷ്ടാവ് കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ഷിഹാബ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. പ്രതിക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെ 2 കേസുകൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണധാരക ശില്പങ്ങളും കട്ടിളയും മോഷ്ടിച്ച വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിക്കൂട്ടിലാക്കാതെ ദേവസ്വം ബോർഡിനെയും പ്രതി ചേർക്കണമെന്ന് DCC പ്രസിഡന്റ് തങ്കപ്പൻ. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും കോൺഗ്രസ്. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വാസ സംഗമം പാലക്കാട്ട്. കുന്നംകുളം മുൻ MLA ബാബു M. പാലിശ്ശേരി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 ദിവസം മുൻപാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിൽ തുടരുന്നിടയിലാണ് മരണം. 2 തവണ ഇടതുപക്ഷ MLA ആയിരുന്നു. വാർത്തകൾ വിശദമായി. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സജിത കേസിലെ പ്രതി ചന്താമര കുറ്റക്കാരനെന്ന് കോടതി. വിധി പ്രസ്താവം നടത്തിയത് അഡീഷണൽ സെഷൻസ് കോടതി. ചന്താമരയ്ക്കുള്ള വിധി വ്യാഴാഴ്ച പ്രഖ്യാപിക്കും. ചന്താമര പോത്തുണ്ടി സ്വദേശികളായ ലക്ഷ്മി മകൻ സുധാകരൻ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലും പ്രതിയെ കോടതിയിലെത്തിച്ചത് വൻ സുരക്ഷയോടെ. തൂക്കുകയർ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. 2019 ഓഗസ്റ്റ് 31 കൊലപാതകം. ഭാര്യ പിണങ്ങിപ്പോവാനിടയായതിനു പിന്നിൽ സജിതയാണെന്ന തോന്നലിൽ നിന്നുണ്ടായ വൈരാഗ്യത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് കണ്ടെത്തൽ. കേസിൽ 68 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രതി ചന്താമരയുടെ ഭാര്യ, സഹോദരൻ, കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ 44 പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു. കേസിൽ 2020 ചാർജ് ഷീറ്റ് സമർപ്പിച്ചത്. ലാബ് റിപ്പോർട്ട് ഉൾപ്പെടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചതോടെ 2025 ഓഗസ്റ്റ് 4 സാക്ഷി വിസ്താരം ആരംഭിച്ചു. കേസിന്റെ വിചാരണ സമയത്തും പ്രതി കോടതി വളപ്പിൽ ഭീഷണി മുഴക്കിയിരുന്നു. പ്രതി ചന്താമരയിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് കേസിലെ പ്രധാന സാക്ഷിയും അയൽവാസിയുമായ പുഷ്പ തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയാണ്. സജിത വധക്കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിരുന്ന ചന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷം 2025 ജനുവരി 27 സജിതയുടെ ഭർത്താവ് സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു. ഈ കേസിൽ അറസ്റ്റിലായ ചന്താമര റിമാൻഡിലാണ്. 3 കൊലപാതക കേസുകളിലും പ്രതി ചന്താമര മാത്രമായതിനാൽ സുധാകരൻ, ലക്ഷ്മി കൊലക്കേസുകളുടെ വിചാരണയും ഉടൻ ആരംഭിക്കും. സജിത വധക്കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ MJ വിജയകുമാറാണ് ഹാജരായത്. ചന്താമരയുടെ ഭീഷണി അവസാനിച്ച് സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന സജിത സുധാകരൻ ദമ്പതികളുടെ മക്കളും പരിസരവാസികളും പ്രതീക്ഷിക്കുന്നത് ചന്താമരയ്ക്ക് തൂക്കുകയർ തന്നെ കിട്ടുമെന്നാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിരവധി കേസിലെ കുപ്രസിദ്ധ മോഷ്ടാവ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. കാസർഗോഡ് മഞ്ചേശ്വരം സഫീന മനസ്സിൽ മുഹമ്മദ് ഷിഹാബിനെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. ഇയാൾക്കെതിരെ ചെറുതുരുത്തിയിൽ പോലീസ് സ്റ്റേഷനിൽ കൊലപാതക ശ്രമം, മോഷണം എന്നിവയെ ഉൾപ്പെടെ കേസിലെ പ്രതിയാണ്. കാസർഗോഡ് മഞ്ചേശ്വരം ഭാഗങ്ങളിൽ നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവാണ് മുഹമ്മദ് ഷിഹാബ്. ജൂലൈ മാസത്തിൽ വരവൂരിൽ കൊലപാതക ശ്രമത്തിനിടെ ബൈക്ക് ഉപേക്ഷിച്ച് മറ്റൊരു വാഹനം മോഷ്ടിച്ച് കടന്നുകളഞ്ഞ കേസിലെ പ്രതിയാണ്. ചെറുതുരുത്തി സ്റ്റേഷനിൽ കൊലപാതക ശ്രമം, മോഷണം എന്നീ 2 കേസുകൾ കൂടിയുണ്ട്. ഷിഹാബിന്റെ കൂട്ടാളി കൊട്ടാരക്കര സ്വദേശി പ്രവീണിനെ 2 ദിവസം മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ മോഷണം നടത്തി കടന്നുകളയുകയാണ് പ്രതിയുടെ പ്രധാന മോഷണ രീതി. പ്രതിയെ കാസർഗോഡ് നിന്നുമാണ് പിടികൂടിയത്. ഇൻസ്പെക്ടർ വിനു വിജയൻ, സാക്കിർ, SI R നിഖിൽ, ഇൻസ്പെക്ടർ ജോളി സെബാസ്റ്റ്യൻ, അഡീഷണൽ SI അജിത് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ, സിവിൽ ഓഫീസർ അഭിജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ വരവൂരിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണധാരപാലക ശില്പങ്ങളും കട്ടിളയും മോഷ്ടിച്ച വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിക്കൂട്ടിലാക്കാതെ ദേവസ്വം ബോർഡിനെയും പ്രതി ചേർക്കണമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ വിശ്വാസ സംഗമം പുത്തൂർ ചന്ത ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തങ്കപ്പൻ. അങ്ങനെ നൽകിയിട്ടുള്ള വഴിപാടിൻ്റെ കഥയാണ് എൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഇവിടെ നൽകിയിട്ടുള്ള വഴിപാട്. ഞാനും നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു അമ്പലത്തിൽ പോയിട്ട് അവൻ്റെ കാണുന്നതിനപ്പുറം ഒരു വിശ്വാസത്തിൻ്റെ പ്രകാരം അവൻ ഇന്നത് ചെയ്യാം എന്ന് നേരുകയും അവിടെ കാണിക്കയായിട്ട് നമ്മളുണ്ടാവും. മറ്റു ജീവനക്കാർക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള കൊടും കള്ളന്മാരുടെ വീട്ടിലേക്കാണ് നമ്മളിടുന്ന ഈ കാണിക്ക വഞ്ചിയിലിടുന്ന ഈ പൈസയായപ്പോഴുള്ള നാണയങ്ങളായപ്പോഴുള്ള അല്ലെങ്കിൽ സ്വർണ്ണമായപ്പോഴുള്ള അത് നേരെ അവരിലേക്ക് പോകാൻ ഇടവന്നാൽ നമ്മൾക്കുണ്ടാവുന്ന വിശ്വാസ തകർച്ച ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ പ്രതിഷേധ ജ്വാല കൊളുത്തി മുഖ്യപ്രഭാഷണം നടത്തി.
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സി ബാലൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, UDF നിയോജകമണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട്, നേതാക്കളായ വിജയൻ പൂക്കാടൻ, പുത്തൂർ രാമകൃഷ്ണൻ, കെ ഭവദാസ്, ഹരിദാസ് മച്ചിങ്ങൽ, ഷെറീഫ് റഹ്മാൻ, പട്ടത്താനം ശ്രീകണ്ഠൻ, പ്രഫുൽകുമാർ, D ഷജിത് കുമാർ, KN സഹീർ, ഷെരീഫ് റഹ്മാൻ, രാധാ ശിവദാസ്, ബോബൻ മാട്ടുമന്ത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുന്നംകുളം മുൻ MLA ബാബു M പാലിശ്ശേരി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 ദിവസം മുൻപാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ ചികിത്സ തുടരുന്നതിനിടെയാണ് മരണം. അസുഖബാധിതനായി 7 നാളുകളായി ചികിത്സയിലായിരുന്നു. ഞരമ്പുകളെ ബാധിച്ച പാർക്കിൻസ് അസുഖമായിരുന്നു. 2 തവണ ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്നു. ഒക്ടോബർ 15 ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. മങ്കര കാളിക്കാവ് റോഡിൽ ഗതാഗതത്തിന് ഭീഷണിയായി മെറ്റലുകൾ. മങ്കര പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ചാലിലെ മെറ്റലുകൾ റോഡിൽ ചിതറിക്കിടക്കുന്നത്. 1 വർഷം മുൻപ് ജൽജീവൻ മിഷൻ പൈപ്പിടാനായി റോഡ് ക്രോസ് ചെയ്ത് ചാലെടുത്തിരുന്നു. 10 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായിരുന്നു ചാൽ. ഇവ ശരിയായി മൂടാത്തതിനാൽ വീണ്ടും റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ മെറ്റലിട്ട് ബന്ധപ്പെട്ടവർ തടിതപ്പി. എന്നാൽ ഈ മെറ്റലുകൾ വാഹനങ്ങൾ കയറി റോഡിലുടനീളം ചിന്നിച്ചിതറി കിടപ്പാണ്. മെറ്റലുകളിൽ ഉരസി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. പ്രധാന റോഡായതിനാൽ മെറ്റലിട്ട് ചാൽ കോൺക്രീറ്റ് ചെയ്യണമെന്നതാണ് നിയമമെങ്കിലും ബന്ധപ്പെട്ടവർ ആരും നടപടിയെടുക്കുന്നതുമില്ല. അത്യഹിത അപകടങ്ങളുണ്ടാകാൻ സാധ്യതയേറെയാണ്. 1 വർഷം കഴിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. രാജൻ, സുദർശൻ, പാലാട്ട് മോഹൻദാസ്, ശംസുദ്ദീൻ മാങ്കുറിശി, CK ദേവൻ, MK മോഹനൻ, മുഹമ്മദ് കുട്ടി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കോട്ടായി ഭാഗത്തുള്ള അതുപോലെ പോകുന്ന റോഡാണ് ഇത്. ഏകദേശം ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതിലൂടെ നിരന്തരം പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏകദേശം 1.5 വർഷത്തോളമായി ഇവിടെ ഈ റോഡ് മുറിച്ചിട്ടിട്ട് 1-2 വർഷം അവർ ചെയ്തു എന്നല്ലാതെ വൃത്തിയായി ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ടാർ ചെയ്യുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്യണം. ഇത് ഞങ്ങളുടെ സൂചനമായിട്ടുള്ള ഒരു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയിട്ടെങ്കിൽ ഞങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വകുപ്പുള്ള ആളുകൾ ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സദസ്സ് മുള്ളൂർക്കര ഇന്ദിരാ പ്രിയദർശിനി കല്യാണ മണ്ഡപത്തിൽ നടന്നു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ പണം ഇവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. സർക്കാർ കൊടുക്കുന്ന പഞ്ചായത്തിന് ഫണ്ട്, അതുപോലെ തന്നെ തൊഴിലുറപ്പ്, കുടുംബശ്രീ, മറ്റ് MP MLA സർക്കാരിൻ്റെ വിവിധ പ്രൊജക്റ്റുകൾ, ഇതെല്ലാം ഈ 5 കൊല്ലം കൊണ്ട് ഈ ഗ്രാമത്തിനകത്ത് വന്നത് 150-ൽ മീതം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത്. സൂക്ഷ്മമായ ഒരു കണക്ക് ഇപ്പോൾ രേഖകൾ നമ്മുടെ വീടുകളിൽ എത്തും. ഒരു പുസ്തകം അച്ചടിച്ച് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ആ രേഖ എത്തും. ആ രേഖ ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും വലിയ ഒരു വികസന പ്രവർത്തനം ഈ നാടിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ വ്യക്തിപരമായി ഓരോ പഞ്ചായത്ത് മെമ്പർമാരും ചോദിച്ചാൽ തൃപ്തികരമാണോ ചോദിച്ചാൽ ചിലപ്പോൾ അവർ ഒരു പകുതി മനസ്സോടെ തൃപ്തി എന്ന് പറയുള്ളൂ. അത് പഞ്ചായത്ത് പൈസ തരാത്തതുകൊണ്ടല്ല കേട്ടോ. ഇനി അവിടെ ഇരിക്കുന്ന ആളുകളും എത്ര പേര് ഇങ്ങോട്ട് വരുമെന്നറിയില്ല. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവും ഇവരൊക്കെ എന്ത്, ഞാനൊന്ന് കയറട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അധ്യക്ഷത വഹിച്ചു. വികസന രേഖയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. സംസ്ഥാന പദ്ധതിയുടെ അവലോകനം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻവർ അഹമ്മദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് തല അവതരണം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി EV സഫിയയും നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ശശികല സുബ്രഹ്മണ്യൻ, പ്രതിഭ മനോജ്, സാദിയ അമീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MA നസീബ, ലിയ അജിൽ, ജോസ് ജയദാസ്, ഖനശ്രീ, ഓമന രാമചന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MH അബ്ദുൽസലാം, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് V രഘു എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BK തങ്കപ്പൻ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി R ബിന്ദു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. 4 ദിവസത്തെ ശാസ്ത്രമേള വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം നസീമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കരവിരുതിന്റെ തിളക്കവുമായി വീണ്ടും ഒരു ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കം കുറിച്ചു. ഇത്തവണ വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ, വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ ജില്ലാ പഞ്ചായത്ത് അംഗം നസീമ ടീച്ചർ ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഈ ശാസ്ത്രമേളയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഭാവി തലമുറയുടെ ശക്തിയാണെങ്കിൽ
ശാസ്ത്രം എന്ന് പറയുന്നത് അതിൻ്റെ വെളിച്ചമാണെന്നുള്ള ഒരു മുദ്രാവാക്യമാണിതിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ചടങ്ങിൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. ഷൊർണൂർ AEO സുവർണ ടീച്ചർ, BPC ബിന്ദു ടീച്ചർ, സ്കൂൾ HM അർമിയ മുഹമ്മദ് നസീം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു. ആദ്യ ദിനത്തിൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ സാമൂഹ്യശാസ്ത്ര വിഭാഗവും ഹയർ സെക്കൻഡറി സ്കൂളിൽ IT മേളയുമാണ് നടക്കുന്നത്. സാമൂഹ്യശാസ്ത്ര മേളയിലെ കളക്ഷൻ, വർക്കിംഗ് മോഡൽ, പ്രസംഗം, ആൽബം തയ്യാറാക്കൽ തുടങ്ങിയ ഇനം മത്സരങ്ങൾ ഏറെ ശ്രദ്ധേയമായി. ഷൊർണൂർ ഉപജില്ലയിലെ 85 വിദ്യാലയങ്ങളിൽ നിന്നായി 2500ഓളം ശാസ്ത്ര പ്രതിഭകളാണ് 4 ദിവസത്തെ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 17-ന് സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2025 ജില്ലയിലെ പഞ്ചായത്തുകളിൽ സംവരണ വാർഡുകളായി മാറ്റുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിലേക്കുള്ള സംവരണ വാർഡുകൾ പ്രഖ്യാപനമാണ് നടക്കുന്നത്. നിലവിൽ 22 വാർഡുകളുള്ള ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 2 വാർഡുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തുകളിലേക്കുള്ള സംവരണ വാർഡുകൾ പ്രഖ്യാപിക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലെ പഞ്ചായത്തുകളിലേക്ക് സംവരണ വാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിലവിൽ 22 വാർഡുകളാണുള്ളത്. എന്നാൽ ഇത്തവണ 2 വാർഡുകൾ കൂടിയിട്ടുണ്ട്. പട്ടികജാതി സ്ത്രീ സംവരണം, പട്ടികജാതി സംവരണം, വനിതാ സംവരണം വിഭാഗത്തിൽ വാർഡുകളായി തിരിച്ചു. കരിമ്പള്ളി 23-ാം വാർഡ്, കൂട്ടായിത്തെരുവ് 24-ാം വാർഡ് എന്നിവയാണ് പുതുതായി കൂട്ടിച്ചേർത്ത വാർഡുകൾ. കഴിഞ്ഞ തവണ 22 വാർഡുകളിൽ 11 വനിതാ സംവരണവും 11 ജനറൽ വിഭാഗവും ആയിരുന്നു. എന്നാൽ ഇത്തവണ 12 വനിതാ സംവരണവും 12 ജനറൽ വിഭാഗവുമായിട്ടുണ്ട്. ഇതിൽ SC വനിതാ സംവരണവും SC വനിതയും ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം ഡയലോഗ് ഫിലിം സൊസൈറ്റി സംഘടിപ്പിച്ച സോദരത്തേന സാംസ്കാരിക കൂട്ടായ്മയുടെ പരിപാടി മനുശ്ശേരി മുകുന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. പുസ്തക പ്രകാശനം, സംഗീത സായാഹ്നം, പ്രഭാഷണങ്ങൾ, നൃത്യാവിഷ്കാരം തുടങ്ങിയ പരിപാടികളാണ് അവതരിപ്പിച്ചത്. പ്രഭാഷണങ്ങൾ, നൃത്താവിഷ്കാരം, പുസ്തക പ്രകാശനം, സംഗീത സായാഹ്നം എന്നിവയാണ് ഉണ്ടായിരുന്നത്. MA അർഷക് രചിച്ച മൈത്രി ബുക്ക് പുറത്തിറക്കിയ സംസാരലഹരി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം സംവിധായകൻ P. ചന്ദ്രകുമാർ നിർവഹിച്ചു. മനസ്സിലാക്കി അതിനെ വേണ്ട വിധം ഈ പുസ്തകത്തിൽ മിസ്റ്റർ അവതരിപ്പിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. ഈ റസൂൽ പൂക്കുട്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സൗണ്ട് ഷോയിലേക്ക് ഞാനിങ്ങനെ മറിച്ച് നോക്കിയിരുന്നത് വളരെ കുറച്ച് സമയം കിട്ടില്ല നോക്കാൻ. എങ്കിലും റസൂൽ പൂക്കുട്ടി സിനിമ കാണുന്നത് അതാണ് ആദ്യം ഞാൻ മറിച്ച് നോക്കിയത്, സത്യം പറയാൻ. പ്രൊഫസർ ജയകൃഷ്ണൻ വല്ലപ്പുഴ പുസ്തകം ഏറ്റുവാങ്ങി. സംഘാടക സമിതി ചെയർമാൻ P. കനകരാജൻ അധ്യക്ഷത വഹിച്ചു. അസ്കർ കബീർ പുസ്തകം പരിചയപ്പെടുത്തി. P. മമ്മിക്കുട്ടി MLA, A. ശ്രീകേഷ് എന്നിവർ സംസാരിച്ചു. വയലാർ രാമവർമ്മയുടെ ശ്രീനാരായണ ഗുരു എന്ന കവിതയെ ആസ്പദമാക്കി ഒരുക്കിയ നൃത്താവിഷ്കാരം E. അതുല്യ, S. കൃപ എന്നിവർ അവതരിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ MA സിദ്ദിഖ്, ഡോക്ടർ UK ഷംസുദ്ദീൻ എന്നിവർ വിഷയാവതരണം നടത്തി. സംഗീത സംവിധായകൻ MS ബാബുരാജിൻ്റെ പാട്ടുകൾ കോർത്തിണക്കിയ സംഗീത സായാഹ്നം അനുരാഗഗാനം പോലെ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള പോലീസ് നടത്തിയ കോക്കോൺ ഹാക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി കോൺഫറൻസിൽ പോലീസിൻ്റെ ക്ഷണം ലഭിക്കുകയും അതിൽ പങ്കെടുത്ത് സ്വയം വികസിപ്പിച്ചെടുത്ത ജെറ്റ് ഡ്രോണും പ്രദർശിപ്പിച്ച ഒറ്റപ്പാലം തോട്ടക്കര മോളൂർ സ്വദേശി 10ാം ക്ലാസ്സുകാരൻ റിഷോൺ. ഒക്ടോബർ 7 മുതൽ 11 വരെ എറണാകുളത്ത് വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പങ്കെടുത്തവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ റിഷോണിൻ്റെ ജെറ്റും ഡ്രോണും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കാണുകയും റിഷോണിനെ അഭിനന്ദിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇത്തരത്തിൽ യന്ത്രമനുഷ്യൻ, എയർ കൂളർ, ഗ്രാസ് കട്ടർ തുടങ്ങി നിരവധി വസ്തുക്കൾ റിഷോൺ നിർമ്മിച്ചിട്ടുണ്ട്. രാജ്യാന്തര പത്രവിതരണ ദിനത്തിൻ്റെ ഭാഗമായി വർഷങ്ങളോളം പത്രം വിതരണം നടത്തിയ പനയൂർ ബാലന് ആദരം. BJP പനയൂർ ബൂത്ത് കമ്മിറ്റിയാണ് ആദരിച്ചത്. BJP പാലക്കാട് മേഖലാ സെക്രട്ടറി AP പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു.
രാജ്യാന്തര പത്രവിതരണത്തിന്റെ ഭാഗമായാണ് 25 വർഷത്തോളം പത്രവിതരണം നടത്തുന്ന പനയൂർ സ്വദേശിയായ ബാലന് BJP പനയൂർ ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിസ്വാർത്ഥമായ സേവനത്തിനുള്ള ആദരവ് നൽകിയത്. ചടങ്ങ് BJP പാലക്കാട് മേഖലാ സെക്രട്ടറി AP പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുരളി അധ്യക്ഷനായി. BJP ഷൊർണൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി P ജയരാജ്, വാണിയംകുളം ഏരിയ പ്രസിഡന്റ് സുനിൽകുമാർ, UP ദേവദാസ്, ഷാജി ചങ്ങലഞ്ചിറ, ഹരിദാസൻ പറക്കാട്ടുപറമ്പിൽ, പ്രേംകുമാർ ചിറ്റോത്ത്, മാധവനുണ്ണി, രാമരാജൻ, ഹരിദാസൻ പനയൂർ, U കിഷോർ കുമാർ, V ദീപുകുമാർ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനി സജിത കേസിലെ പ്രതി ചന്താമര കുറ്റക്കാരനെന്ന് കോടതി. വിധി വ്യാഴാഴ്ച. വിധി പ്രസ്താവം അഡീഷണൽ സെഷൻ കോടതിയുടേത്. ചന്താമര പോത്തുണ്ടി സ്വദേശികളായ ലക്ഷ്മി, മകൻ സുധാകരൻ കൊലക്കേസിലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത് കനത്ത സുരക്ഷയോടെ. തൂക്കുകയർ ലഭിക്കുമെന്ന പ്രത്യാശയോടെ നാട്ടുകാർ. കുപ്രസിദ്ധ മോഷ്ടാവ് കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ഷിഹാബ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. പ്രതിക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെ 2 കേസുകൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണധാരക ശില്പങ്ങളും കട്ടിളയും മോഷ്ടിച്ച വിഷയത്തിൽ ഉദ്യോഗസ്ഥരെ മാത്രം പ്രതിക്കൂട്ടിലാക്കാതെ ദേവസ്വം ബോർഡിനെയും പ്രതി ചേർക്കണമെന്ന് DCC പ്രസിഡന്റ് തങ്കപ്പൻ. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും കോൺഗ്രസ്. പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിശ്വാസ സംഗമം പാലക്കാട്ട്. കുന്നംകുളം മുൻ MLA ബാബു M പാലിശ്ശേരി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 2 ദിവസം മുൻപാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിൽ തുടരുന്നിടയിലാണ് മരണം. 2 തവണ ഇടതുപക്ഷ MLA ആയിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.